ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനവും ഇസ്രായേൽ ചരിത്രവും 235 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മീക പ്രവാചകൻ BC 742 മുതൽ 687 വരെയും 55 വർഷം യഹൂദ രാജാക്കന്മാരുടെ കാലമായിരിക്കുന്ന യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നിവരുടെ കാലത്തെ ഒരു പ്രവാചകനായിരുന്നു മീക പ്രവചനം. 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. മീകായുടെ പ്രവചനം ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ള മനോഹരമായൊരു പ്രവചനമാണ്. 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. നീയോ ബേത്ലഹേമേ എഫ്രാത്തേ, യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന്റെ അധിപതിയായിരിക്കേണ്ടുന്നവൻ നിന്നിൽ നിന്നും ഉത്ഭവിക്കും. ബേത്ലഹേമിന്റെ പഴയ പേര് എഫ്രാത്ത് എന്നാണ്. ബേത്ലഹേം 1000 സഹസ്രങ്ങളിൽ പറഞ്ഞാൽ ഏറ്റവും ചെറിയൊരു ഗ്രാമമാണ് ബേത്ലഹേം. ബേത്ലഹേമിന്റെ പഴയ പേര് എഫ്രാത്ത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഉൽപ്പത്തി 35:19 റാഹേൽ മരിച്ചത് ബേത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ മരിച്ചു, അവിടെ അടക്കം ചെയ്തു. ഇനിയും നമ്മുടെ കർത്താവായ യേശു ജനിച്ച ഉടനെ കിഴക്ക് ഒരു പ്രത്യേകമായ നക്ഷത്രം കണ്ടു. അവിടെ നിന്ന് യാത്ര തിരിച്ചു. യാത്ര ഏകദേശം 2 വർഷത്തോളം എടുത്തു കാണാൻ സാധ്യതയുണ്ട് നമ്മുടെ കാലക്കണക്ക് പഠിക്കുമ്പോൾ. ചിലർ പറയാറുണ്ട് ഈ വിദ്വാൻമാര് വഴിതെറ്റി യെരുശലേമിലുള്ള കൊട്ടാരത്തിൽ വന്നതുകൊണ്ടാണ് യേശു ഓടിപ്പോകേണ്ടതെന്നും കുഞ്ഞുങ്ങൾ മരിക്കേണ്ടതെന്നും പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നുമല്ല, അത് പ്രവചന നിവൃത്തിയാണെന്നൊക്കെ ഒന്നും മനസ്സിലാക്കുക. ആരെങ്കിലും പറയുന്നത് വിളിച്ചു പോകുന്നതല്ല പ്രസംഗം. ദൈവവചനം ശരിയാവണ്ണം പഠിക്കുക. അവരെ ആ കൊട്ടാരത്തിൽ വന്നൊരു ചോദ്യം കേട്ടപ്പോൾ ഇപ്രകാരമാണ് ചോദിച്ചത്: യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അധികാരത്തിന് ചോദ്യമാണ് ചോദിച്ചത്. വഴി അന്വേഷിച്ച് വന്നതല്ല. യഹൂദന്മാരുടെ രാജാവ് ആരാണെന്ന് രാജാവെ നീ വെളിപ്പെടുത്തി തരണം. നിന്റെ രാജ്യത്ത് ജനിച്ചിരിക്കുന്നത്. അവിടെ വായിക്കുമ്പോൾ അവൻ ഭയപ്പെട്ടുപോയി, ഭ്രമിച്ചുപോയി. യെരുശലേമും ഭ്രമിച്ചുപോയി, പരവശരായി, ആകെ ഭയപ്പെട്ടുപോയി. ഒരു കാര്യം മനസ്സിലാക്കുക, യേശുവിനെ പറ്റി തെരുക്കോണിലോ എവിടെ വിളിച്ചു പറയുമ്പോൾ ആരും ഭയപ്പെടുന്നില്ല എന്ന് വിചാരിക്കരുത്. യേശുവിന്റെ നാമം പറയുമ്പോൾ ജനങ്ങൾക്ക് ഭയമാണ്. ഇത് കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മുടെ പരിസരത്തിൽ ഒന്ന് അലങ്കോലം ഉണ്ടാക്കുന്നത്. അത് രാജാവായിരുന്നാലും മന്ത്രിയായിരുന്നാലും ആരായിരുന്നാലും നസ്രയനെ പറ്റി പറയുമ്പോൾ അവരുടെ ഉള്ളിൽ പേടി തട്ടുമെന്നുള്ള കാര്യം കൂടെ ഈ ക്ലാസ്സിൽ ഒന്ന് നിങ്ങൾ ചിന്തിക്കുക. രാജാവ് ഒരു കാര്യം ചെയ്തു. രാജാവിന് ചോദ്യം കേൾക്കണമോ? ക്രിസ്തു എവിടെ ജനിക്കും? ഹെരോദാ രാജാവിനെ ആരാ പഠിപ്പിച്ചത്? യഹൂദന്മാരുടെ രാജാവ് ക്രിസ്തുവാണെന്ന് ആരാ പഠിപ്പിച്ചത്? അവൻ മഹാപുരോഹിതന്മാരോട് ശാസ്ത്രിമാരോട് ചോദിച്ചു, ക്രിസ്തു എവിടെ ജനിക്കും? ഇവൻ അറിയാവുന്നേ ക്രിസ്തു ആരാണെന്നൊക്കെ ഇവൻ നന്നായിട്ട്. ശാസ്ത്രിമാര് കാര്യം ചെയ്തു. മീകാപ്രവചനം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിച്ചു. അവൻ ബേത്ലഹേമിൽ തന്നെ ജനിക്കുമെന്ന് പറഞ്ഞു. മഹാപുരോഹിത
മഹാപുരോഹിതന്മാർ രണ്ടുപേരുണ്ട്. ശാസ്ത്രിമാരെ, അല്ല ഹെരോദ രാജാവേ, എനിക്കൊരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പോയിട്ട് അവരൊന്ന് കാണണ്ടേ? പക്ഷെ പോയില്ല. മഹാപുരോഹിതനറിയാം ക്രിസ്തു ജനിക്കും, യേശു ഭൂമിയിൽ വരുമെന്ന് മഹാപുരോഹിതനറിയാം. തന്റെ പണി പോകുമെന്ന് ശരിയായിട്ടറിയാം. ഏതോ രാജാവിനൊക്കെ പറഞ്ഞൊപ്പിച്ചു. രാജാവ് ഉടനെ തീരുമാനിച്ചു. വിദ്വാൻമാരോട് പറഞ്ഞു, നിങ്ങൾ സൂക്ഷ്മമായിട്ട് അന്വേഷിച്ചിട്ട് എന്നെ വിവരം അറിയിക്കാൻ പറഞ്ഞു. പോയ കൂട്ടത്തിൽ വിദ്വാൻമാർ പറഞ്ഞു, ആ വഴിക്ക് പോണ്ട്, വേറെ വഴിക്ക് പോകാൻ പറഞ്ഞു. ഇതെല്ലാം പ്രവചന നിവൃത്തിയാണ്. അവര് വേറെ വഴിക്ക് പോയി. വേറെ വഴിക്ക് പോയപ്പോൾ രാജാവിന് മനസ്സിലായി ഞങ്ങളെ കബളിപ്പിച്ചു എന്ന് പറഞ്ഞ് അവനൊരു കാര്യം ചെയ്തു. ക്രിസ്തു എവിടെയാന്ന് അന്വേഷിക്കാൻ പോലും പോകാതെ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. നോക്കിക്കൊണ്ട് ഈ വിദ്വാൻമാർ എവിടെയാ ചെന്നത്? ഉണ്ണിയേശുവായി കിടക്കുന്ന തൊഴുത്തിലല്ല ചെന്നത്. അവിടെ വായിക്കുന്നത് മത്തായി 2:9, ശിശു ഇരിക്കുന്ന വീട്ടിൽ കിടക്കുന്ന ഉണ്ണിയേശുവിനെ എല്ലാ വർഷവും 24 ഡിസംബർ 24, 25 ഈ പുൽത്തൊഴുത്തൊക്കെ ഉണ്ടാക്കി കുറച്ച് ആടുകളെയൊക്കെ രക്ഷിച്ചിട്ട് വെക്കുന്ന പദ്ധതി അവസാനിപ്പിക്കൂ. ബൈബിൾ പഠിക്കൂ. നമ്മുടെ കർത്താവ് തൊഴുത്തിലായിരുന്നു. വീട്ടിൽ ചെന്നു അവനെ വീണ് നമസ്കരിച്ചു. പൊന്നെ മോരെ കുന്തിരിക്കാൻ കാഴ്ചവെച്ചു. വലിയ മഹാന്മാരാണ്. നല്ല കനത്തുള്ള കാഴ്ചവെച്ചു. രാത്രിയായപ്പോ ജോസേപ്പിന് സ്വപ്നത്തിൽ ദൈവം പറഞ്ഞു, ജോസേപ്പേ, നീ ശിശുവിനെ കൂട്ടി മിസ്രൈം ദേശത്തേക്ക് പോകുക. എവിടെയാണ് ഈ സ്ഥലം? ഈ സ്ഥലം എവിടെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഈജിപ്തിലെ കെയ്റോ എന്ന സ്ഥലത്ത് അവർ 2 വർഷം താമസിച്ചു. പക്ഷെ അവിടെ തന്നെ താമസിക്കാൻ പറ്റുമോ? ദൈവത്തിന് ഓരോ പ്ലാനുണ്ട്. ഇന്ന് അവിടെ പോയിട്ടുള്ള ആളുകൾ പറയുന്നത് ആ കെയ്റോയില് ഒരു സെന്റ് ജോർജ് ഒരു ചർച്ച് സ്ഥാപിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവും അപ്പനും അമ്മ ഇവിടെ താമസിച്ചെന്ന് പറഞ്ഞ് അത് ഓർമ്മയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. 2.5 വർഷമായപ്പോൾ രാജാവ് മരിച്ചു. മരിച്ചു എന്ന് പറയുന്നതിനെക്കാട്ടിൽ ഒന്നുകൂടെ നല്ല ദൈവം തമ്പുരാൻ കാര്യം ക്രമീകരിച്ചു. കാരണം ജോസേപ്പും മറിയയും അനുഭവിച്ച ത്യാഗവും നോക്കിക്ക സഹോദരങ്ങളെ. ആ ജോസേപ്പ് മറിയ അനുഭവിച്ച ത്യാഗം ഭയങ്കരമായിരുന്നു. ഒരു കാര്യം ഓർത്തുകൊള്ളുക, നീ ക്രിസ്തുവിന് വേണ്ടി അധികം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ത്യാഗം അനുഭവിക്കേണ്ടി വരും. ത്യാഗം അനുഭവിക്കാതെ ഇവിടെ ശുശ്രൂഷ വിജയിക്കുമെന്ന് ആരും വിചാരിക്കേണ്ട. സാമ്പത്തികമായ കാര്യങ്ങള് പല കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാം. പുറകോട്ട് പോകരുതേ. അവർ തിരിച്ചു വന്നു. ഗലീലയിലെ നസ്രത്തിൽ പാർത്തു. നസ്രയൻ എന്ന പ്രവചനം നിറവേറാൻ വേണ്ടി ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ അരുമനാഥന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നമ്മൾ പോകുവാൻ തയ്യാറാകുക. ഭാരതത്തിനുണർവിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.